പോകാണ് ജ്യൂസ് കടയിലേക്ക് പോകാണ്. അവിടെ ഞാനുണ്ട്, ചേച്ചിയുണ്ട്, കരിമ്പ് മെഷീനുണ്ട്. പോയിട്ടൊന്നും കാര്യമില്ല, ആളില്ല, അനക്കില്ല, ഒന്നുമില്ല. മോശമാണ്, അതുകൊണ്ട് തന്നെ പണി കുറവാ. പോകാണ് എൻ്റെ കടയിലേക്ക് പോകാണ്. ഹെൽമെറ്റ് എപ്പോഴും മറന്നു പോകും. ഇറങ്ങി കഴിഞ്ഞിട്ട് ആർക്കും ഓർമ്മ വരുന്നത് ഹെൽമെറ്റിൻ്റെ കാര്യം. പിന്നെ വണ്ടി നേരത്തെ ഇറക്കി വെച്ചുകൊണ്ട് ചാവി അതിൻ്റെ മേലയിലുണ്ട്. ഇതെല്ലാം എടുത്ത് കടയിലേക്ക് പോക്കാന്ന് ചേച്ചി അവിടെ കാത്തിക്കുന്നുണ്ടാവും. എന്നെയും കാത്തിട്ട് അവിടെ ചേച്ചി ഇരിക്കുന്നുണ്ടാവും. ചേച്ചി ഇന്നലെ ലീവായിരുന്നു, അതുകൊണ്ട് ഇന്ന് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കടയിലെത്തിയിട്ട് കാണാം. ഓക്കെ. ഇന്ന് കുപ്പി എടുക്കാൻ മറന്നായി, അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് കുപ്പി ചോദിച്ച് വാങ്ങും. ഉണ്ടെങ്കിൽ ഏട്ടന്മാർ തരും, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയും. മുനി വിളിക്കലുണ്ട്. ഞാനിങ്ങനെ കടയിലെത്തിയിട്ടുണ്ട്. കടയിലെത്തി നമ്മൾ ചേച്ചിക്കുട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അല്ലോ, ഡീസൽ ഇനി മിഷനിൽ ഒഴിക്കണം. മിഷനിൽ എപ്പം ഡീസൽ ഉണ്ടാവും, എന്നാലോ പെട്ടെന്ന് തീർന്നുകൊണ്ടാന്ന് വെച്ചിട്ട് ഡെയിലി അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഫുള്ളുണ്ട്, പെട്ടെന്ന് തീരുമ്പോൾ വീണ്ടും നമ്മൾ പണിയെടുക്കുന്നത് നോറുണ്ടാവോ, അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കുപ്പിയിൽ വാങ്ങിയിട്ട് വരും. പിന്നെ ഒരു മാസത്തേക്കുള്ള ഗുളിക വന്ന് എന്നാ പിന്നെ സാരമില്ല അല്ലേ. ഗ്യാസിൻ്റെ ഉണ്ടേനാ? ഗ്യാസിൻ്റെ ഉണ്ട്, പ്രഷറിൻ്റെ ഉണ്ട്. നമ്മള് ചേച്ചി ഇന്നലെ ലീവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഗ്യാസിൻ്റെ ഗുളിക കാര്യമായിട്ടല്ല. അതെ, ശരിക്കും എനക്കും ആ പ്രശ്നമാണ്. ഗ്യാസിൻ്റെ തന്നെ വിഷയം. ഞാൻ പേഴ്സിലെപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക വെക്കല. അപ്പം ചേച്ചി വന്നിട്ട് കരിമ്പെല്ലാം ചേർന്നുന്നുണ്ട്. നമ്മളെ കരിമ്പ് ഏകദേശം തീരാറായി. കണ്ട, ഇനിയിപ്പോൾ ലോഡ് അടുത്ത വരണോ, അവനെ വിളിച്ചിട്ടില്ല. ഏകദേശം ഇനി അത്രയേ ഉള്ളൂ. നല്ല മധുരമുള്ള കരിമ്പല്ലേ ചേച്ചി? അത് ഇന്ന് കുടിച്ചാളെല്ലാം പറയുന്നുണ്ട്. നല്ല വെള്ളമുണ്ട്, നല്ല മധുരമുണ്ട്. ഞാനൊരു കാര്യമുണ്ട്, കുറേ സമയം ഒരു ചെക്കനങ്ങ് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു 3-4 മണിക്കൂറിന് മേലെ എന്തായാലായി. ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. കുഞ്ഞ് അവിടെ നിന്ന് പോകുന്നില്ല. ഒരു 10-16 വയസ്സേ കുട്ടിക്കായിട്ടുണ്ടാവും. ഒരാൺകുട്ടിയാണ്. കുറേ സമയമായി. പിന്നെ ഇങ്ങോട്ട് വിളിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ അവന് വണ്ടിക്കാറ്റം കാത്തിക്കുന്നതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഒന്ന് നോക്കട്ടെ, ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നതാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ പോകാറുണ്ട്. പക്ഷെ ഇവന് പോകുന്നില്ല, അവിടെ നിന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. ഞാൻ ഒന്ന് വിളിച്ചിട്ട് നോക്കട്ടെ എന്നാ അവസ്ഥ എന്ന്. ഞാനവനെ എൻ്റെ കടേൻ്റെ അടുത്തേക്ക് വിളിച്ചപ്പോഴേ അവന് വേഗം വന്നപാട് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, മോനെന്തിനാ ഇത്ര സമയം അപ്പോൾ ഒരു വെയിലത്ത് ഇങ്ങനെ നിന്നേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ സങ്കടത്തോടെ പറഞ്ഞു, ചേച്ചി എനിക്ക് ബസ്സിന് പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ മോൻ എന്നോട് വന്ന് ചോദിച്ചൂടെ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഒരു മടി കൊണ്ടാ ചോദിക്കാതെ ഏതെങ്കിലും വണ്ടി നിർത്തിയാണെങ്കിൽ അതിലത്ത് കയറി പോവാന്ന് പറഞ്ഞു. അപ്പം മോനോട് ചോദിച്ച് വീടൊക്കെ ചോദിച്ചപ്പോൾ മട്ടന്നൂർ അങ്ങ് ഭാഗത്താന്നാണ് പറഞ്ഞത്. അപ്പം വീട്ടിലാരാന്ന് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയൊന്നുമില്ല, ചെറുതിലേ മരിച്ചുപോയി. ഞാൻ എൻ്റെ അനിയനെ ഇരിട്ടി അപ്പുറമുള്ളൊരു ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അങ്ങനെ മോനെങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചപ്പം പറഞ്ഞു, ഇരിട്ടിന്ന് ഇവിടം വരെ നടന്ന് പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മട്ടന്നൂർ വരെ ഏതെങ്കിലും വണ്ടിയിലേക്ക് കയറിപ്പോവാന്ന് വെച്ചതാ. പക്ഷെ ആരും 2-3 വണ്ടിക്കെല്ലാം കൈ നീട്ടി ആരും നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരുപാട് സങ്കടമായിപ്പോയി അത് കേട്ടപ്പോൾ. അവനോട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. ശരിക്കും എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇനി ഞാൻ വീട്ടിലെത്തിയിട്ടാണ് കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് നിർബന്ധിച്ചു, താല് തട്ട് കിടണ്ട് നമുക്ക് കഴിക്കാമെന്ന്. അവൻ വന്നില്ല. ഞാൻ പൈസ കൊടുത്തപ്പം തന്നെ അവന് വാങ്ങാൻ വല്ലാത്ത ചമ്മലായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഈ വഴി എപ്പെങ്കിലും വരികയാണെങ്കിൽ ചേച്ചിയുടെ പൈസ ഞാൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, മോനിക്കൊരു ചേച്ചി തന്നതായിട്ട് കരുതിയാൽ മതി എന്ന് പറഞ്ഞു. എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയായിരുന്നു. ചെറുതിലെ അച്ഛനും അമ്മയും അവൻ പറഞ്ഞു അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുകയായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ വഴക്ക് കാരണം അച്ഛനും അമ്മയും ഞങ്ങളെ തനിച്ചാക്കി ആത്മഹത്യ ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുടുംബക്കാരെ ചോദിച്ചപ്പം അങ്ങനെയുള്ളൊരു എന്താ പറയുക, അച്ഛനും അമ്മയും പണ്ടേ തനിച്ചായിരുന്നു താമസം, നമുക്ക് ആരെയും അറിയില്ല. അങ്ങനെ ഞാനും അനിയനും ഒറ്റപ്പെട്ടു. അവനെ ഹോസ്റ്റലിലാക്കാണ്. ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകും. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് അനിയന് സുഖമില്ലാത്ത ആയതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ വാടകയ്ക്കാണ് താമസിക്കുന്നതൊക്കെ പറഞ്ഞു. ഒരുപാട് സങ്കടങ്ങൾ അവൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് ബസ്സിന് പൈസയൊക്കെ കൊടുത്തു. അവൻ എന്നോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിൽ മോന് വിളിച്ചോ എന്ന് പറഞ്ഞ് അവൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ അവന് ഫോണില്ല, ഉണ്ടായിരുന്നു, അതിൻ്റെ ഡിസ്പ്ലേ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനിൽ എന്തൊക്കെയോ നന്മയുള്ളതായിട്ട് എനിക്ക് തോന്നി. ഇനി എന്തായാലും അവൻ നന്നായിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമായിരുന്നു. അങ്ങനെ അവന് ബസ് വന്ന് അതിനകത്ത് കയറിപ്പോയി.
അപ്പോൾ ഒരു സുന്ദരി വാവനെ കണ്ടോണ്ട് അവളെ വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വെച്ച്. നല്ല കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് അവളെ അമ്മ എവിടെയായിരുന്നു? വയനാടാ? ഓ ഇന്നലെ ഇങ്ങോട്ടെങ്ങനെ? ഇവിടെ വരെയുള്ള വീട് നോക്കാൻ പോയതാ? ഇവിടെ അടുത്താണോ? പുന്നാട്. ആ അപ്പോൾ ഏട്ടനെ എവിടെ ജോലി ചെയ്യുന്നേ? പയസാനം എടുക്കൽ. ഓ അതല്ലേ. ആയി എൻ്റെ പേരെന്താ? നേരത്തെ ആ മോന് വന്നു പോയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു, മനസ്സിലത് തന്നെയായിരുന്നു. അപ്പോഴാണ് ഈ കുഞ്ഞു ഫാമിലി വന്നത്. ആ കുഞ്ഞുങ്ങളൊരു സന്തോഷം എന്താ പറയണ്ടേ. ശരിക്കും ആ അനിയനും ചേച്ചിയും കൂടി വല്ലാണ്ട് ഒരു രസമുള്ള കളിയായിരുന്നു. എന്താ പറയുക, 2.5 വയസ്സും 1.5 വയസ്സും ആയിന്ന് അവർ പറഞ്ഞ ആ കുഞ്ഞുങ്ങൾക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ മോളെയും മോനെയൊക്കെ. അങ്ങനെ അവരോട് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. അവള് അമ്മക്കുട്ടിയാ, അമ്മേൻ്റെ നേരത്തെ കിടന്ന കളിയാ. നല്ല സുന്ദരി വാവയാ. നോക്കട്ടെ, മാലയൊക്കെ ഉണ്ടല്ലോ. നോക്കട്ടെ, ഇന്നോട്ട് നോക്കട്ടെ മാല നോക്കട്ടെ. ചേച്ചിക്ക് മാല തരുമോ? ഇല്ലേ? അതെന്തോ? നേരെ നിന്ന് നോക്കട്ടെ. നീ മുടി കെട്ടിയല്ലോ, നോക്കട്ടെ. ഇതാരാ മുടി കെട്ടി തന്നെ? ജ്യൂസ് കുടിക്കാം. കുഞ്ഞുങ്ങൾ ഒത്തിരി സമയം എൻ്റെ കടയിലുണ്ടായിരുന്നു. അവരൊരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ ചേച്ചി അനിയനും കൂടിയിട്ട് ജ്യൂസൊക്കെ ഇങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവളെ ചിരി കാണാൻ നല്ല ക്യൂട്ടാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി അവളോട് സംസാരിച്ചു. കട്ടൻ ചായ, ഉണ്ടക്കായി, മസാല ഉണ്ട, പിന്നെ ഒരു ഇലയടയും മേടിച്ചാൽ. അപ്പോൾ കട്ടൻ ചായ ചേച്ചി കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ അവിടെ നിന്ന് ചായ വാങ്ങുന്നതാണ്. ചേച്ചി ഇന്ന് കട്ടൻ കൊണ്ടുവന്നുകൊണ്ട് കട്ടനും കുട്ടി കുടിക്കാമെന്ന് വെച്ച് ഞാൻ അടയാ കഴിക്കുന്നത്. നല്ല അടയുണ്ട്. ചേച്ചിക്കുട്ടിക്ക് ഉണ്ടക്കായി ഇഷ്ടം. ഉണ്ടക്കായി ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉണ്ടക്കായി മേടിച്ചു. ഉണ്ടക്കായി മതി എന്ന് പറയും. പിന്നെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് സങ്കടവും സന്തോഷമൊക്കെ ഉള്ള ദിവസമായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ കടയിൽ വെച്ച ഫോട്ടോസൊക്കെയാണ്. നമ്മൾ ജ്യൂസ് കടനെ കുറിച്ച് ഐവിഷയിലും പിന്നെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന ഒരുപാട് കസ്റ്റമർ വരാറുമുണ്ട്. നമ്മളെ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ കുറച്ച് എഴുത്തിൻ്റെയും ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനും കൂടി അമർത്തുക. അപ്പോൾ ഓക്കെ.